ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. ആദ്യം തന്നെ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് അളവിലുള്ള നുറുക്ക് ഗോതമ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ വേറൊരു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്നുള്ള പർപ്പസിനൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടാൻ അരമണിക്കൂർ നമ്മളിത് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാധാ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്തായാലും ചൂടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേറെ ഒരു ബൗളിലേക്ക് ഒരു 2 എഗ്ഗാണ് ആവശ്യമുള്ളത്. അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ മധുരത്തിനായിട്ട് ഒരു 3/4 കപ്പ് അളവിലുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു അളവിലുള്ള പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒരുപാട് മധുരമൊന്നുമില്ല കേട്ടോ. നല്ല മധുരം കുറവുമില്ല, ആ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് തികച്ച് പഞ്ചസാര എടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പഞ്ചസാര നമുക്ക് ഈ ഒരു എഗ്ഗിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കാരണം നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയ ശേഷമായിരുന്നു കുതിർത്ത് വെച്ചിരുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു 1/2 കപ്പ് വെള്ളം മാറ്റിയിട്ട് ആ ഒരു നുറുക്ക് ഗോതമ്പ് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഈ ഒരു കണക്കിൽ മാത്രം നമ്മൾ വെള്ളം എടുത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കിട്ടും. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നമ്മൾ കുതിർത്തെടുത്തതിന് ശേഷം അതിലൊരു 1/2 കപ്പ് വെള്ളം മാത്രം കേട്ടോ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പം ഗോതമ്പ് പൊടി നമുക്കിതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് റവ ചേർത്തിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. ടേസ്റ്റ് ഒന്നും വലിയ മാറ്റമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നോളും. അപ്പോൾ റവ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുക്കരുത്. അതാവുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ഗോതമ്പ് പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ നമുക്കൊരല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡറൊക്കെ ഇതിൽ കിടന്നൊന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ തയ്യാറാക്കാൻ ഇതുപോലെയുള്ള 3 സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു 3 ബൗളിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യിന് പകരം നമുക്ക് ഓയിലാണെങ്കിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയാവും. നമ്മളത് റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനാണ് ഇതുപോലെ നെയ്യാക്കി കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നെയ്യൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 പോർഷൻ മാത്രമാണ് ഇപ്പോൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളിത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പൊങ്ങി വരുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കൂടെ വിട്ടിട്ട് വേണം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബൗളിലൊക്കെ ഞാനിപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ കാഷ്യൂനട്ടും കൂടെ വെക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇഡ്ഡലി തട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കത്തി വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം കൂടെ എക്സ്ട്രാ ഒന്ന് സ്റ്റീം ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് പുറത്തേക്ക് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു സൈഡൊക്കെ ഒന്ന് വിട്ടു കൊടുത്തിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഓയിലൊക്കെ പുരട്ടിയത് കാരണം പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.